നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. UK ടൂറിലെ ടീം ഇന്ത്യ സമ്പൂർണ്ണ പരാജയവുമായിട്ട് മടങ്ങുകയാണ്. അയർലൻഡിൽ പോയിട്ട് T20 പരമ്പര പരാജയപ്പെട്ടു. ഇംഗ്ലണ്ടിൽ T20 പരമ്പര പരാജയപ്പെട്ടു. ഇതാ മൂന്നാം ഏകദിനത്തിൽ പരാജയപ്പെട്ടതോടെ 2-1 ഏകദിന പരമ്പരയും ടീം ഇന്ത്യ കൈവിട്ടിരിക്കുന്നു. ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ 27 റൺസിൻ്റെ വിജയമാണ് ഇംഗ്ലണ്ട് നേടിയിരിക്കുന്നത്. റൺ മഴ കണ്ടൊരു മത്സരമാണ്. ഇംഗ്ലണ്ട് നിശ്ചിത 50 ഓവറുകളിൽ 3 വിക്കറ്റിന് 387 റൺസ് അടിച്ചപ്പോൾ ഇന്ത്യ നിശ്ചിത 50 ഓവറുകളിൽ 7 വിക്കറ്റിന് 360 റൺസാണ് അടിച്ചത്. ഇന്ത്യക്ക് വേണ്ടി തകർപ്പൻ സെഞ്ചുറിയാണ് രോഹിത് ശർമ്മ നേടിയത്. അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കിങ് കോഹ്ലിയും മോശമല്ലാത്തൊരു പ്രകടനം നടത്തി. അദ്ദേഹം 60 പന്തിൽ നിന്ന് 74 റൺസ് അടിച്ചു. പിന്നെ നായകൻ ഗില്ലാണ് മറ്റൊരു മികച്ച കോൺട്രിബ്യൂഷൻ നടത്തി. അദ്ദേഹം 84 പന്തിൽ നിന്ന് 77 റൺസ് അടിച്ചു. പക്ഷേ അതൊന്നും മതിയാവുമായിരുന്നില്ല ഇന്ത്യൻ ടീമിലെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ. ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് വല്ലാത്തൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് അവർ പുറത്തെടുത്തത്. ജേക്കബ് ബെത്തലും അതുപോലെ ബെൻ ഡെക്കറ്റും ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടി 192 റൺസിൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത്. 31ാമത്തെ ഓവറിൽ ബെത്തൽ മടങ്ങുമ്പോൾ 93 പന്തിൽ നിന്ന് 11 ഫോറും 2 സിക്സും അടക്കം 91 റൺസ് അടിച്ചിരുന്നു. ജോ റൂട്ട് അദ്ദേഹത്തിൻ്റെ മികച്ച ഫോം തുടരുകയാണ്. 48 പന്തിൽ നിന്ന് 9 ഫോറിൻ്റെ സഹായത്തോടെ 74 റൺസ് അടിച്ച് പുറത്താകുന്നു. ബെൻ ഡെക്കറ്റ് ആവട്ടെ 135 പന്തിൽ നിന്ന് 18 ഫോറും 1 സിക്സും അടക്കം 141 റൺസിൻ്റെ ഗംഭീര ഇന്നിങ്സ് കളിച്ചു. ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് 14 റൺസുമായിട്ട് മടങ്ങി. പക്ഷേ ഒടുവിൽ ഫിനിഷ് ചെയ്തപ്പോൾ ജോസ് ബട്ട്ലറുടെ മാന്ത്രികത 13 പന്തിൽ നിന്ന് 4 ഫോറും 3 സിക്സും അടക്കം 41 റൺസുമായിട്ട് അദ്ദേഹം പുറത്താകാതെ നിന്നു. ഇന്ത്യക്ക് വേണ്ടി പ്രസിദ്ധ കൃഷ്ണ 10 ഓവറിൽ 69 റൺസിന് 2 വിക്കറ്റ് എടുത്തപ്പോൾ പ്രിൻസ് യാദവ് 10 ഓവറിൽ 79 റൺസിന് 1 വിക്കറ്റ് എടുത്തു. മറുപടി ബാറ്റിങ്ങിലോ രോഹിത്തും ഗില്ലും ചേർന്നുകൊണ്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. പക്ഷേ കുറച്ചുകൂടി വേഗത്തിലാകാമായിരുന്നു എന്ന് തോന്നിപ്പോയി. ഏതായാലും 24.2 ഓവറുകളിൽ 147 റൺസ് എത്തി നിൽക്കുമ്പോഴാണ് ഗില്ലിൻ്റെ മടക്കം. 84 പന്തിൽ നിന്ന് 10 ഫോറും 1 സിക്സും അടക്കം അദ്ദേഹം 77 റൺസ് അടിച്ചു. പിന്നെ വിരാട് കോഹ്ലിയും രോഹിത്തും ചേർന്നുള്ള മുന്നോട്ട് പോക്ക്. രോഹിത്ത് മികച്ച രൂപത്തിൽ സെഞ്ചുറി പൂർത്തിയാക്കി. ഒരു ബൗണ്ടറി അടിച്ചുകൊണ്ടായിരുന്നു സെഞ്ചുറി പൂർത്തിയാക്കിയത്. പിന്നീടും അദ്ദേഹം മുന്നോട്ട് പോയി. ഒടുവിൽ ബെത്തലിന് സിക്സർ അടിച്ച് വീണ്ടും അടിക്കാനുള്ള ശ്രമത്തിലാണ് ബൗൾഡ് ആവുന്നത്. 110 പന്തിൽ നിന്ന് 17 ഫോറും 5 സിക്സറും അടക്കം 138 റൺസാണ് അദ്ദേഹം അടിച്ചത്. അതേസമയം മറുഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു. ഇഷാൻ കിഷൻ 14. എന്നാൽ കോഹ്ലി ഒരു ഭാഗത്ത് നിന്നു. ശ്രേയസ് അയ്യർ ഡെക്ക്, KL രാഹുൽ 12. ഇങ്ങനെ മടങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ കോഹ്ലി 60 പന്തിൽ 4 ഫോറും 3 സിക്സും അടക്കം 74 റൺസ് അടിച്ചിട്ട് സാംകറിൻ്റെ പന്തിൽ ഹാരി ബ്രൂക്ക് പിടിച്ച് പുറത്തായതോടെ ഇന്ത്യയുടെ ശ്രമങ്ങളെല്ലാം അവസാനിച്ച് കഴിഞ്ഞിരുന്നു. പിന്നീട് അക്സർ പട്ടേലിൻ്റെ വക 2 റൺസിൻ്റെ സംഭാവനയാണ് ഉണ്ടായത്. അതേസമയം ബ്രാർ 18 റൺസുമായിട്ടും അർഷ്ദീപ് സിംഗ് 15 റൺസുമായിട്ടും പുറത്താകുന്നു. 50 ഓവർ പൂർത്തിയാകുമ്പോൾ ഇന്ത്യക്ക് 360 റൺസിലേക്ക് എത്താനേ കഴിഞ്ഞുള്ളൂ. സാംകറൻ 10 ഓവറിൽ 75 റൺസിന് 4 വിക്കറ്റ് വീഴ്ത്തി ഇംഗ്ലണ്ടിന് വേണ്ടി തിളങ്ങുകയും ചെയ്തു. ഇതാ പരമ്പര 2-1 ടീം ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.